ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 250. നമ്മൾ 58ാമത്തെ ഉപനിഷത്തായിട്ട് കൗശീതകി ബ്രാഹ്മണോപനിഷത്താണ് നോക്കുന്നത്. അതിൽ 5-6 മന്ത്രങ്ങളാണ് നമ്മളിന്ന് കടക്കുന്നത്. അധ്യായം 1. ഇപ്പം ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവരുടെ അവസ്ഥ കഴിഞ്ഞതിൽ വിവരിച്ചു കഴിഞ്ഞു. കുണ്ടലിനിയിലൂടെ ഉയർന്നങ്ങ് ബ്രഹ്മരന്ധ്രത്തിൽ വരെ എത്തുന്നത് വരെയുള്ള അവസ്ഥയും പുറത്തോട്ട് എല്ലാ ആക്ടിവിറ്റീസും ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മത്തിൽ പോയിലേക്ക്, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന, അതെന്ന് പറഞ്ഞാൽ സൗരയൂഥ സിസ്റ്റം എല്ലാം കടന്നിട്ട് അങ്ങ് പോയിട്ട് പ്രപഞ്ചത്തിൻ്റെ അറ്റെന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് ആ ബ്രഹ്മത്തിൽ ലയിക്കുന്ന അവസ്ഥ. കഴിഞ്ഞതിൽ ചുരുക്കി വിവരിച്ചു. ഇതിൽ ആ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന ആ അവസ്ഥയിലുള്ള വിഷയം ഒന്നുകൂടി കുറച്ചൊരു കഥരൂപത്തിൽ വിസ്തരിച്ച് പറയുകയാണ് ഈ 5-ലും 6-ലും. നമുക്ക് നോക്കാം. ബ്രഹ്മജ്ഞാനിയുടെ അടുത്ത് വൃക്ഷത്തിൻ്റെ അടുത്തെത്തുമ്പോൾ, അത് പറഞ്ഞല്ലോ, ആദ്യം ഒരു വൃക്ഷത്തിൻ്റെ അടുത്തെത്തുമ്പോൾ, അപ്പം ഇവിടെയുള്ള വൃക്ഷം എന്ന് പറയുന്നത് അവിടെ എത്തുമ്പോൾ ബ്രഹ്മഗന്ധം പ്രവേശിക്കുന്നു. അവന് ബ്രഹ്മത്തിൻ്റെ ഗന്ധം അനുഭവപ്പെടുന്നു. ബ്രഹ്മത്തിന് എന്തെങ്കിലും ഗന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തിനൊരു ഗുണവും ഇല്ലാതെയാണ്. രൂപമില്ല, ഭാവമില്ല, ഒന്നുമില്ല. പക്ഷേ ആ ബ്രഹ്മത്തിൻ്റെ മണം അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവനൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാകും. അത് ബ്രഹ്മഗന്ധമായിട്ട് അവിടെ പറയുകയാണ്. ആ വൃക്ഷം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെ ഒരു വടവൃക്ഷമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് പലയിടത്തും, വലിയൊരു വൃക്ഷമായിട്ട്. എന്നാൽ സഹസ്രദളങ്ങൾ തലേൻ്റെ അകത്ത് നിന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, നമ്മളെ തലേൻ്റെ അകത്ത് തന്നെ ഒരു വൃക്ഷത്തിൻ്റെ മാതിരിയാണ് ആ അകത്തെ ഭാഗം. അപ്പം അതിന് വൃക്ഷത്തിൻ്റെ അടുത്തെത്തുമ്പോഴാണ്, ഇവിടെ നിന്ന് നട്ടെല്ലിൽ നിന്ന് ഉയർന്ന് അവിടെ എത്തുമ്പോൾ അവിടെ സഹസ്രദളങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പണ്ട്. അവിടെ എത്തുമ്പോഴാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്. അത് അകത്തൂട്ട പോകുമ്പോൾ അതോടെ സായുജ്യം എന്ന നഗരത്തിനടുത്തെത്തുന്നു. സായുജ്യം നേടുക. സായുജ്യം എന്ന നഗരം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെയൊന്നും ബ്രഹ്മമിരിക്കുന്ന സ്ഥലമൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാരണം ബ്രഹ്മത്തിന് രൂപമില്ല, ഭാവമില്ല, അതിനൊരു സ്ഥലമൊന്നും പറയാൻ പറ്റില്ല. ചെറുതിൽ ചെറുതും വലുതിൽ വലുതും എല്ലായിടവും വ്യാപിച്ചു കിടക്കുന്നു. അങ്ങനെയുള്ള സ്ഥലത്തെയാണ് സായുജ്യം എന്ന നഗരം എന്ന് പറയുന്നത്. അവിടെ എത്തുകയാണ്. അവിടെ ബ്രഹ്മരസം പ്രാപിക്കുന്നു, ബ്രഹ്മത്തിൻ്റെ രസം പ്രാപിക്കുന്നു. അതായത് ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോഴുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ അത് പ്രാപിക്കുന്നു. അപ്പോൾ അതുവരെ ലഭിക്കാത്ത ആനന്ദം അവിടെ അനുഭവപ്പെടുന്നു. ആ ഒരു ആനന്ദത്തിനാണ് നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിലുള്ള ആനന്ദമുണ്ടല്ലോ, അതെന്താണ്, ഏത് രൂപത്തിലാണെന്ന് ചോദിച്ചാലൊന്നും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ഗാഠനിദ്രയിൽ പണ്ടേ പറഞ്ഞതാണ് ഒരു സുഖം അനുഭവിക്കുന്നത്. എന്താണ് ആ സുഖം എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് വിവരിക്കുക? അതിൻ്റെ വേറൊരു രൂപം ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ അതാണ് ആനന്ദം, പരമാനന്ദം എന്നെല്ലാം പറയുക. ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയാം. അത് ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോഴുള്ള ആ മാനസികാവസ്ഥയാണ്. അപ്പോഴാണ് അപരാജിത എന്ന ഭവനത്തിനടുത്തെത്തുന്നത്. അപരാജിത, പിന്നെ അവനെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൻ ബ്രഹ്മമായി കഴിഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലുത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തെ ഒന്നിനും പരാജയപ്പെടുത്താൻ പറ്റില്ല. ഇവനും ബ്രഹ്മമാവുകയാണെങ്കിൽ ഇവനും അപരാജിതനായി മാറുകയാണ്, ബ്രഹ്മസാക്ഷാത്കാരം നേടുകയാണ്. അപ്പോഴവനിൽ ബ്രഹ്മതേജസ് നിറയും. പിന്നെ അവൻ
ഭുവനപാലകരായ ഇന്ദ്രൻ്റെയും പ്രജാപതിയുടെയും സമീപമെത്തും. അപ്പോഴവർ ഏകദേശം അവൻ ഇന്ദ്രൻ്റെയും ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിയില്ല, ആ സ്റ്റേജിൽ കയറിയിരുന്നില്ല, ആ ബ്രഹ്മമായിട്ട് കയറിയിരുന്നില്ല. അപ്പോൾ അടുത്ത് തന്നെ ആരുണ്ടാവും? ഇന്ദ്രനും ഭുവനപാലകരായ ഇന്ദ്രനും പ്രജാപതിയെല്ലാം അവിടെ ഉണ്ടാവും. അവരെ നിർദ്ദേശിക്കുന്ന വഴി അനുസരിച്ചിട്ട് അവൻ സഭാമണ്ഡലത്തിലെത്തും. ആ ബ്രഹ്മത്തിൻ്റെ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയുള്ള സഭാമണ്ഡലം. അതിന് രൂപവും ഭാവവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇവനെല്ലാം ഭാവനയിലൂടെ കാണുന്നത്, നേരത്തെ സങ്കല്പത്തിലൂടെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു മണ്ഡപത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു. അപ്പം ആ മണ്ഡലത്തിൽ എന്തെല്ലാം ഉണ്ടാവുക? ആ മണ്ഡലത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രിക്കുന്നത് 8 അഷ്ടദിക്പാലകരോടുകൂടിയാണ്. അഷ്ടദിക്പാലകരാണല്ലോ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ മണ്ഡപത്തിൻ്റെ പിന്നെ അവിടെ ബൃഹത്ത് രഥരന്ധ്ര സാമം എന്ന 2 മുൻകാലുകൾ, ശൈതം സൗദസാമം പിൻകാലുകൾ, 2 പിൻകാലുകൾ, വൈരൂപ്യം വൈരാജസാമം എന്ന ദക്ഷിണോത്തരമായ കാൽപാദങ്ങൾ, ശാക്വരം രൈവതസാമം പൂർവ പശ്ചിമ പാദങ്ങൾ, ഇങ്ങനെ ചേർന്ന, അതായത് 8 പാദങ്ങളോടുകൂടിയ, 8 പാദങ്ങൾ എന്ന് പറഞ്ഞാൽ 8 ദിക്കുകളായിട്ട് അപ്പോൾ കാണുക. അതിനെ 8 പാദങ്ങളോടുകൂടിയ ഒരു മണ്ഡപമാണത്. ആ മണ്ഡപത്തിലാണ് ആരുള്ളത്? ഈ ബ്രഹ്മം ഇരിക്കുന്നത്. 8 ദിക്കുകൾക്ക്, അതിന് 8 ദിക്ക് നമുക്ക് എവിടെയോ ഒന്നുമില്ലെങ്കിലും ദിക്ക് പറയാമല്ലോ. നമ്മളെ അടിസ്ഥാനത്തിലാകണമല്ലോ ദിക്ക് പറയുക, അപ്പോഴും ഇപ്പോഴും. അപ്പോൾ ഈ നടുവിൽ അതിന് 8 ദിക്കുകളായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്, ഓരോ പേരും കൊടുത്തിട്ട്. അതിൽ അതാണ് വിലക്ഷണമെന്ന വേദി. ആ വേദിക്കുള്ള പേര് വിലക്ഷണം. ലക്ഷണങ്ങളൊന്നും പറയാനൊന്നും പറ്റില്ല. ആ സ്ഥലത്തിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുമോ? അതെല്ലാം ഭാവനയിലാണ്. അത് പറയാൻ വേണ്ടിയിട്ട് അടുത്തതിൽ എന്ത് പറയുന്നു? ആ വേദി ബ്രഹ്മജ്ഞാനിക്ക് ദ്രവ്യദൃഷ്ടി നൽകും. അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന് ദിവ്യദൃഷ്ടി നൽകും. പിന്നെ അദ്ദേഹം ദിവ്യദൃഷ്ടിയിലൂടെയാണ് ഇനി കാണാൻ പോകുന്നത്. കാരണം യഥാർത്ഥത്തിൽ അതിൻ്റെ രൂപവും ഭാവമില്ലാത്ത ഒരു സംഖ്യയാണ്. പിന്നെ ഒരു ദിവ്യദൃഷ്ടി കൊടുത്താൽ മാത്രമേ ആ ബ്രഹ്മത്തെ കാണാൻ പറ്റുകയുള്ളൂ. ബ്രഹ്മാവല്ല, ബ്രഹ്മാവിനെ കാണാൻ, സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിനെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു ദിവ്യദൃഷ്ടി കൊടുക്കുകയാണ്. അപ്പം ദിവ്യദൃഷ്ടി കൊടുക്കുമ്പോൾ ആ മണ്ഡപത്തിൻ്റെ നടുവിൽ ഒരു സിംഹാസനം തെളിഞ്ഞു വരുന്നു അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ. അപ്പം സിംഹാസനത്തിൽ എന്തുണ്ടാവും? കാലുണ്ടാവും. അതിൻ്റെ പിന്നെ അമിതൗജ എന്ന സിംഹാസനത്തിനടുത്തെത്തും. അപ്പോൾ അവനൊരു സിംഹാസനം, ആ സിംഹാസനത്തിലാണ് ബ്രഹ്മാവിരിക്കുന്നത്. അപ്പം അതിൻ്റെ മുമ്പിലെ 2 കാലുകൾ ഭൂതഭവിഷ്യത്തുക്കളാണ്. ഭൂതവും ഭവിഷ്യവുമാണ് അതിൻ്റെ 2 മുന്നിലത്തെ കാലുകൾ. അതെല്ലാം ചിത്രീകരണമാണ്, ദിവ്യദൃഷ്ടിയിലൂടെ കാണുന്നതാണ്. പിൻകാലുകൾ ശ്രീദേവിയും ഭൂമിദേവിയും. അനുഷ്യ എന്ന 2 ഷഡാംഗങ്ങൾ അതിൻ്റെ ഉത്തര ദക്ഷിണ പാദങ്ങൾ. പിന്നെ 2 കാല്, സിംഹാസനത്തിൽ കുറേ കാലുണ്ടാവുമല്ലോ, അതിൻ്റെ ഉത്തര ദക്ഷിണ ഭാഗത്തുള്ള 2 ഷഡാംഗങ്ങളാണ് ഈ 2 കാലുകൾ. പിന്നെയോ അപ്പോൾ ബൃഹത്വം രഥന്ധര സമാനവുമാണ്, നേരത്തെ പറഞ്ഞ. പിന്നെ ഭദ്രമെന്നും യജ്ഞായജ്ഞമെന്നും പേരുള്ള 2 ഷഡ്വാംഗങ്ങൾ പൂർവ പശ്ചിമ പാദങ്ങളായിട്ട് ആക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവയിലാണ് അദ്ദേഹം ശിരസും പാദവും വെച്ചിരിക്കുന്നത്. ഈ സിംഹാസനത്തിൽ ആര്? ബ്രഹ്മാവ്.
ബ്രഹ്മാവിൻ്റെ അപ്പുറമാണ് ബ്രഹ്മം. ബ്രഹ്മത്തിന് പിന്നെ രൂപമൊന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ബ്രഹ്മാവ് എന്നിവിടെ പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. മറ്റേതിനങ്ങനെ രൂപം കാലും കൈയുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്നത് ബ്രഹ്മാവിനല്ലേ പറയാൻ പറ്റൂ. അതുകൊണ്ട് അതിൽ ബ്രഹ്മാവിരിക്കുന്നതെന്ന് പറഞ്ഞു വെക്കുകയാണ്. കാരണം മറ്റേതിനൊരിക്കലും ബ്രഹ്മത്തിനൊരിക്കലും കൈയുണ്ട് കാലുണ്ട് എന്നൊന്നും ഒരിക്കലും പറയില്ല. അതുകൊണ്ട് ബ്രഹ്മാവ് എന്ന് പറയുകയാണ്. പക്ഷെ ബ്രഹ്മാവ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? യഥാർത്ഥത്തിൽ ബ്രഹ്മം തന്നെയാണ്. ഞാനും എന്താണ്? ബ്രഹ്മമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിംഹാസനത്തിൻ്റെ അടുത്തേക്കാണ് അവന് എത്തുന്നത്. അതിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് വാടികൾ എന്ന് പറഞ്ഞാൽ ഋഗ്വേദവും സാമവേദവുമാണ്. കിഴക്കും പടിഞ്ഞാറും വാടികളുള്ളത് ഋഗ്വേദ സാമവേദം. കാരണം ഋഗ്വേദം സാമവേദം ഈ ബ്രഹ്മം എന്ന് പറയുന്നത് തന്നെ എന്താണ്? സത്യമാണ്, ജ്ഞാനമാണ്. ജ്ഞാനം എന്താണ്? വേദങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ ഋഗ്വേദ ഋഗ്വേദ സാമവേദങ്ങളും വടക്ക് തെക്ക് വാടികൾ യജുർവേദ പ്രതീകങ്ങളുമാണ്. അപ്പം ഈ സിംഹാസനത്തിൻ്റെ ചുറ്റുമുള്ളതെല്ലാം പ്രധാനപ്പെട്ട 4 ദിക്കുകൾ 4 വേദങ്ങളായിട്ട് അങ്ങ് ചിത്രീകരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജ്ഞാനമാണ് ബ്രഹ്മം. ജ്ഞാനത്തിലാണ് ബ്രഹ്മത്തിൻ്റെ കിടപ്പ്. യഥാർത്ഥത്തിൽ സയൻസിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ഇതെല്ലാം ഒരു സയൻസാണ്. പ്രപഞ്ചം ഉണ്ടായതിന് പിന്നിലൊരു സയൻസുണ്ട്. അത് പരാസയൻസും അപരാസയൻസും കൂടിയതാണ്. ആധുനിക ശാസ്ത്രം സയൻസ്, മോഡേൺ സയൻസ്, അതായത് അപരാസയൻസ് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഇപ്പോൾ യുക്തിവാദികളെല്ലാം വലിയ പ്രപഞ്ചം തലം പറഞ്ഞ സയൻസ് തന്നെയാണ്. ഇവിടെയും പറയുന്നത് തന്നെയാണ്, സയൻസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പരാസയൻസ് കൂടിയും വരുത്തിയേക്കാണ്. പ്രശ്നമെല്ലാം സോൾവായി. പ്രപഞ്ചം എന്ന് പറയുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിലൂടെ ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു. ഇല്ലാതാകുമ്പോൾ അവശേഷിക്കുന്ന എന്തോ ഒരു ഊർജമുണ്ട്. അതിന് ബ്രഹ്മം എന്ന് പേര് കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇനിയോ ചന്ദ്രരശ്മികൾ അവിടെ കോമള ശയ്യ പോലെ വിരിച്ചിരിക്കുന്നു. ചന്ദ്രരശ്മികളെല്ലാം അങ്ങനെ, അതായത് ഊർജം അവിടെ ഉണ്ട്. ഉദ്ഗീതം അതിലെ വിരിപ്പാണ്. ഉദ്ഗീതമാണ് അതിൻ്റെ വിരിപ്പ്. ലക്ഷ്മിയാകുന്ന തലയണ അവിടെയുണ്ട്. ഒരു തലയണയുണ്ട് തല വെക്കാൻ വേണ്ടിയിട്ട്. അത് ലക്ഷ്മിയാണ്. അപ്പം എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സിംഹാസനം ബ്രഹ്മാവിന് വിരാജിക്കാനുള്ളതാണ്. ബ്രഹ്മാവിന് ഇരിക്കാനുള്ള സ്ഥലമാണ് ആ സിംഹാസനം. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ എത്തുന്നത്. നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിലെത്തിയാൽ പ്രപഞ്ചത്തിൻ്റെ അത് ഭാവനയെ കാണുന്നതാണ്. അവനൊരു ദിവ്യദൃഷ്ടി കൊടുത്തിട്ട് കണ്ടതാണ് ഇതെല്ലാം. അപ്പോൾ അവിടെയാണ് അവൻ എത്തുന്നത്. ആ തത്വം ഗ്രഹിച്ച് ബ്രഹ്മജ്ഞാനി ഈ തത്വമെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് അവൻ ബ്രഹ്മത്തിൽ പോയി ലയിക്കാൻ പോകുന്നത്. അവൻ എന്ത് ചെയ്യുന്നു? അതിൽ കാലെടുത്ത് വെക്കാൻ പോകുമ്പോൾ ബ്രഹ്മാവിരിക്കേണ്ട കസേലയിൽ ഇവൻ കാലെടുത്ത് വെക്കുകയാണ്. കാരണം ഇവനും ആരായി മാറുകയാണ്? ബ്രഹ്മാവ് തന്നെയാണ്, എലേ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഇവനും ആടിയിരിക്കാം. കാരണം ഞാനും ബ്രഹ്മം തന്നെ, ബ്രഹ്മം ഞാനുമാണ്, അത് നീയാകുന്നു എന്നെല്ലാം പറഞ്ഞില്ലേ? അത് തന്നെ നമുക്കത് തിരിച്ചറിയാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. നമുക്കുള്ള സിംഹാസനമാണ് അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ബ്രഹ്മത്തിനെ മനസ്സിലാക്കുന്ന സ്റ്റേജിലേക്ക് വരുമ്പോൾ അടക്കിയിരിക്കാം. അവിടെ ഇരിക്കുന്ന ബ്രഹ്മാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ബ്രഹ്മാവ് നമ്മൾ തന്നെയാണ്. അതിന് വേറെ ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ബ്രഹ്മാവ് അവിടെ നിൽക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് ചോദിക്കും ഒരു ചോദ്യം. നമ്മളവിടെ കാലെടുത്ത് വെക്കാൻ പോകുമ്പോൾ അപ്പോൾ ബ്രഹ്മാവ് അവനോട് ചോദിക്കും. ആ കസേലയിലേക്ക് കയറാൻ പോകുമ്പോൾ ഈ സിനിമ കണ്ടിട്ടില്ലേ? മരിച്ചാളുടെ ശരീരത്തിൽ ഒരു പ്രേതം വന്ന് ഇങ്ങനെ കയറുന്നത്. അതുപോലെ നമ്മളവിടെ പോയിട്ട് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ കയറാൻ പോവുകയാണ്. അപ്പം ബ്രഹ്മാവ് ചോദിക്കും കയറുന്നതിനെക്കാട്ടി മുമ്പിൽ, നീ ആരാണ്? ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ നന്നാക്കിയിരിക്കുമെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് അപ്പം ഇത്തരത്തിൽ മറുപടി പറഞ്ഞിരിക്കണം, എങ്കിലേ അങ്ങോട്ട് കയറ്റുള്ളൂ.
കാരണം അവിടെ അത് ബ്രഹ്മാവിന് ഇരിക്കാനുള്ള സ്ഥലമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ബ്രഹ്മാവായി മാറുമ്പോൾ നമ്മൾ അവിടെ പോയി ഇരിക്കും, അത്ര. അതായത് ഞാൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിയാലും ഞാൻ ബ്രഹ്മാവിൻ്റെ സീറ്റ് കയറിയിരിക്കും. ബ്രഹ്മത്തിൻ്റെ സീറ്റ് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മത്തിൻ്റെ രൂപവും ഭാവവും അത് എങ്ങനത്തെയാണെന്ന് പോലും ആർക്കും അറിയില്ല എന്ന് ഋഷികൾ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ അതിന് കസേരയുണ്ട്, ഇരിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഈശ്വരന് കസേരയെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കഷ്ടമാണ്, അത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പം ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവർ തന്ത്രപൂർവമാണ് ആ വേദവരികളിൽ നിന്ന് മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. വടക്കേരി ഇരിക്കുമ്പം ബ്രഹ്മാവ് അവിടെ ഇരുന്നിട്ട് ചോദിക്കും, നീ ആര്? അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഇപ്രകാരം മറുപടി കൊടുക്കണം, ഞാൻ സ്വയം ഭൂവാകുന്നു. അതായത് നമ്മളവിടെ എത്തുമ്പോൾ നമ്മൾ ബ്രഹ്മമായി മാറി. ഞാൻ സ്വയം ഭൂവാകുന്നു, സ്വയം പ്രകാശവാനാണ്, വിശ്വത്തിനെല്ലാം കാരണഭൂതനായ ഈശ്വരനിൽ നിന്നും ഉത്ഭവിച്ചവനാണ്. വിശ്വത്തിനെല്ലാം കാരണമായ ഈശ്വരനിൽ നിന്നും ഉത്ഭവിച്ചവൻ. അതിൽ നിന്ന് ഉത്ഭവിച്ചവനാണ് ആര്? ഈ ബ്രഹ്മാവ്, ആ കസേരയിൽ ഇരിക്കുന്ന കക്ഷി. ഞാനും ആ ഈശ്വരനിൽ നിന്ന്, അത് നിർഗുണമായ ബ്രഹ്മം, ആ ബ്രഹ്മത്തിൽ നിന്നും വന്നവനാണ്. ഞാൻ ഭൂതങ്ങൾക്കെല്ലാം അതീതനാണ്. ഈ ഭൂതമായിട്ട് എനിക്ക്, ഈ ലോകത്തിലുള്ള ഒരു വസ്തുവായിട്ട് എനിക്ക് ബന്ധമില്ല. ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ സന്യാസിമാരെ മാതിരി പ്രഭാഷണമൊന്നും ഇരുന്ന് നടത്താനൊന്നും വരില്ല. കാരണം ഞാൻ ഭൂതങ്ങൾക്കെല്ലാം അതീതനാണ്, അവയുടെ എല്ലാം കാരണം ഞാനാണ്. സംവത്സരത്തിൻ്റെ തേജസ് സ്വരൂപമാണ് ഞാൻ. ഞാൻ സംവത്സരത്തിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. ഞാൻ ഋതമാണ്, ഞാൻ ആത്മാവാണ്, അങ്ങും ആത്മാവാണ്. അങ്ങെന്തെന്നാണോ അത് തന്നെയാണ് ഞാൻ, അങ്ങെന്താണോ അത് തന്നെയാണ് ഞാൻ. വ്യത്യാസമൊന്നുമില്ല. പിന്നെ അങ്ങിരിക്കുന്ന സ്ഥലത്ത് അങ്ങേരെ കൂടെ ഞാനും ഇരിക്കും. കൂടിയിരിക്കണ്ട, ഞാൻ അങ്ങ് തന്നെയാണ്. ഇത്രയും പറയണം ഉത്തരം. ഇങ്ങനെ അവിടെ ഇരുത്തുള്ളൂ, കയറിയിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രഹ്മാവ് വീണ്ടും ചോദിക്കും, ഞാൻ ആരാണ്? അപ്പം ഞാൻ ആരാണെന്ന്. അപ്പോൾ ബ്രഹ്മജ്ഞാനി ഇങ്ങനെ ഉത്തരം കൊടുക്കണം, അങ്ങ് സാക്ഷാൽ സത്യമാണ്. അപ്പം ബ്രഹ്മമാണ് സത്യം. അത് കേട്ട് ബ്രഹ്മാവ് വീണ്ടും ചോദിക്കും, എന്താണ് സത്യം? അതിനിപ്രകാരം മറുപടിയെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ബഹിരണ്ടാക്കിയിട്ടേക്ക് പോയാൽ മതി. ഏതെന്നാണോ ദിവ്യത്വത്തിൽ നിന്നും പ്രാണനിൽ നിന്നും ഭിന്നവും അത്ഭുതവുമായിട്ടുള്ളത്, അതാണ് സത്യം. ദിവ്യത്വത്തിൽ നിന്നും പ്രാണനിൽ നിന്നും ഭിന്നമായത്, അതായത് ഈ ഭൗതിക വസ്തുക്കളിൽ നിന്നെല്ലാം, ഭൗതിക ലോകത്തു നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളത് എന്താണോ അതാണ് സത്യം. ദിവ്യവും അനശ്വരവുമാണ്. അത് അനശ്വരം, അതിനൊരിക്കലും നാശമില്ല. അങ്ങനെ ഏതൊന്നുണ്ടോ അതുതന്നെ സത്യം. അങ്ങയിൽ സർവവും അടങ്ങിയിരിക്കുന്നു. അതിനാൽ അങ്ങ് തന്നെയാണ് സത്യം. അങ്ങ് തന്നെയാണ് സത്യം. അപ്പോൾ പ്രശ്നമല്ല, സോൾവായി. ഈ കക്ഷിയും ആ കക്ഷിയും, അങ്ങും സത്യമാണ്, ഞാനും ഈശ്വരനിൽ നിന്ന് വന്ന അതേ സത്യം തന്നെ, രണ്ടും സത്യം. പിന്നെ അടക്കേണ്ടിയിരിക്കുന്നതിന് പിന്നെ അതിൻ്റെ അപ്പുറം പറയേണ്ട കാര്യമില്ല. അവൻ ആ സ്റ്റേജിലായി കഴിഞ്ഞു. ബ്രഹ്മസാക്ഷാത്കാരം നേടിത്തരും കഴിഞ്ഞു. അവൻ തന്നെ ബ്രഹ്മാവ്, അവൻ തന്നെ പരമശിവൻ, അവൻ തന്നെ വിഷ്ണു, അവൻ തന്നെ എല്ലാം, പട്ടിയും പൂച്ചയും എല്ലാം അവൻ തന്നെ പ്രമോദ്. ഈ ലോകത്തിലുള്ള എല്ലാം, കാണുന്നതെല്ലാം അവൻ തന്നെ. ചുരുക്കി പറഞ്ഞ അവൻ തന്നെ ബ്രഹ്മം. പിന്നെ അവന് ഏത് കസേലയല്ല ഇരുന്നുകൂടാതെ, ബ്രഹ്മത്തിന് പിന്നെ പ്രത്യേക കസേലയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനും അങ്ങനെ ആണ് എന്ന് ചുരുക്കി